ശ്രീ നന്ദു, ഇവിടെ ഒരു ഭാഗത്ത് ഇനി അധികാരത്തിലെത്തിയാൽ നടപ്പാക്കാൻ പോകുന്ന ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് UDFിന്റെ ഭാഗത്ത് പ്രകടന പത്രികയായി. കഴിഞ്ഞ 10 വർഷം തങ്ങൾ ഇതൊക്കെ ചെയ്തു എന്നുള്ള അവകാശവാദവുമായി LDFും രംഗത്തുണ്ട്. BJP വികസനത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ BJP വികസനത്തിൽ അധിഷ്ഠിതമായ ഒരു വിജയം എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? ഞാൻ അതിലേക്ക് വരാം. അതിന് തൊട്ട് മുൻപ് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, ഞാൻ അദ്ദേഹത്തിനോട് രാഷ്ട്രീയ ചോദ്യമാണ് ചോദിച്ചത്. ഈ 69 വർഷക്കാലത്തെ ഇടതു വലതു മുന്നണികളുടെ രാഷ്ട്രീയം കൊണ്ട് കേരളത്തിൻ്റെ സംഭാവന എന്ത്? മറുപടിയില്ല. അതുപോലെ തന്നെ 2011 മുതൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് കുട്ടികൾ പുറത്തേക്ക് പോയത്, കൂടുതലായി പുറത്തുപോയി തുടങ്ങിയത്. കഴിഞ്ഞ 15 വർഷമാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്ക് പഠനാവശ്യത്തിനും അല്ലാതെയും പോയത്. മറുപടിയില്ല. കേരളത്തിനകത്ത് ആരോഗ്യരംഗം തകർത്തൽ നിങ്ങൾക്ക് പങ്കില്ലേ? മറുപടിയില്ല. കേരളത്തിനകത്ത് വിദ്യാഭ്യാസ രംഗം തകർത്തൽ നിങ്ങൾക്ക് മറുപടിയില്ല. കേരളത്തിനകത്ത് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ വ്യാവസായ രംഗം തകർത്തൽ ഉമ്മൻചാണ്ടി സർക്കാരിനും പിണറായി വിജയൻ സർക്കാരിനും പങ്കില്ലേ? മറുപടിയില്ല. അപ്പോൾ ഇതിനൊന്നും മറുപടിയില്ല. പിന്നെ അദ്ദേഹം പറയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. അതൊക്കെ ജനം തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് അടുത്തൊരു ഭരണത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കാത്തത്. ഞാനിപ്പോൾ അതിനെ ഒന്നും ഇത് ചെയ്യുന്നില്ല. അതേ അക്കൗണ്ടബിലിറ്റി ഇപ്പോൾ UDF പറയുന്ന അതേ അക്കൗണ്ടബിലിറ്റി LDFിനും പറയാനുണ്ടാവും, LDF പറയുന്ന അതേ അക്കൗണ്ടബിലിറ്റി UDFിനും പറയണം. ഞാൻ രണ്ടുപേരുടെയും ഈ അവസരവാദ രാഷ്ട്രീയത്തിന് മറുപടി പറയുന്നില്ല. പക്ഷേ എനിക്കൊരു സംശയം. അതേപോലെ താങ്കൾ എന്നോട് ചോദിച്ചു ശബരിമല കൊള്ളയെക്കുറിച്ച് എന്തുകൊണ്ട് നന്ദു പറയുന്നില്ല. ശബരിമല കൊള്ള നിങ്ങൾക്ക് രാഷ്ട്രീയ വിഷയമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അതിനെ ആദ്യം പാട്ടൊക്കെ ഇറക്കി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പാട്ട് എന്തായിരുന്നു? സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ, സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് പാട്ടിറക്കി നടന്ന UDF എന്തുകൊണ്ടാണ് ഇപ്പോൾ പാട്ട് പിൻവലിച്ചത്? കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, ആജീവനാന്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഇവിടെ വന്നല്ലോ. അദ്ദേഹം വന്നപ്പോൾ നിങ്ങൾ പാടിപ്പിക്കണമായിരുന്നു. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ, കൂട്ടുനിന്നത് ആരപ്പ, സോണിയാഗാന്ധി അയ്യപ്പ എന്ന് പാടിപ്പിക്കണമായിരുന്നു. എന്താ പാടിപ്പിക്കാത്തത്? അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകാൻ പോകുന്നതെന്നേ. ഞങ്ങളത് പറയേണ്ടടുത്ത് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളെപ്പോലെ ശബരിമലയും വിശ്വാസവും ആചാരലംഘനവും ഞങ്ങൾക്കൊരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, അല്ലെങ്കിൽ ഇലക്ഷൻ വിഷയം മാത്രമല്ല, അത് ഞങ്ങളുടെ ഉള്ളിലുള്ള ഞങ്ങളുടെ സ്വത്വബോധത്തിൻ്റെ കൂടി വിഷയമാണ്. സ്വാഭാവികമായും അത് എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ ഉയർത്തും. അത് കേവലമായ ഇലക്ഷനിൽ മാത്രം ഉയർത്തണമെന്ന നിങ്ങളുടെ താല്പര്യം, ആ താല്പര്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി എൻ്റെ കോൺഗ്രസിൻ്റെ പ്രതിനിധി താങ്കൾ വല്ലാതെ പിണറായി വിജയനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് സ്വന്തം പാളയത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ദല്ലാളന്മാരും ഈ പണം അല്ലെങ്കിൽ ഈ സ്വർണം കടത്തിക്കൊണ്ടുപോയവനും ഈ സ്വർണം വിറ്റവനും സ്വർണം കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചവനും ഒക്കെ കൂടി നിങ്ങളുടെ സൂപ്പർ പ്രധാനമന്ത്രിയായിരുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് വന്നിട്ട് അവർ ചരട് കെട്ടാനാണ് വന്നതെന്ന് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു വിശ്വസിച്ചപ്പോൾ അതിൽ ഒരു യുക്തിസഹമായ ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിവില്ലാത്ത കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രതിനിധികൾ എങ്ങനെയാണ് ഒരു എളുപ്പമില്ലാതെ വന്നിരുന്നു ഇതൊക്കെ പറയുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്ചര്യം തോന്നുകയാണ്. ഇനി അദ്ദേഹം കുറേ ഗ്യാരണ്ടികൾ പറഞ്ഞു. ആ ഗ്യാരണ്ടികളെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ ഗ്യാരണ്ടികളെല്ലാം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ ക്ഷേമ പദ്ധതികളുടെ ഒരു തുടർച്ച. ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളുടെ മുൻപിൽ വയ്ക്കാം. 5 ലക്ഷം രൂപ കേരളത്തിലെ യുവാക്കൾക്ക് ഇവർ പലിശരഹിത വായ്പ കൊടുക്കുമെന്ന് പറയുകയാണ്. നിങ്ങൾ ഇന്ത്യയിൽ പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ തുക എത്രയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ആജീവനാന്ത പ്രധാനമന്ത്രിക്ക് ബോധ്യമുണ്ടോ, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് ബോധ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് 20 ലക്ഷം രൂപയാണ്. അത് കേരളത്തിലെ ചെറുപ്പക്കാരുൾപ്പെടെയുള്ളവർ ആ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പദ്ധതി, 20 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി നിലനിൽക്കുമ്പോൾ നിങ്ങൾ 5 ലക്ഷം രൂപയുടെ പദ്ധതി കൊണ്ടുവരും എന്ന് പറയുന്നത് തന്നെ പിണറായി വിജയൻ്റെ B ടീമാണ് നിങ്ങൾ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രഖ്യാപിച്ചാൽ ഉടനെ അതിനെ ഇവിടെ ലൈഫാക്കുന്ന നിങ്ങളുടെ ഇവിടുത്തെ CPMൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ പിന്തുടർന്നുകൊണ്ട് കോൺഗ്രസ് പോയി പതിക്കാൻ പോകുന്നത് അറബിക്കടലുകളുടെ ആഴങ്ങളിലേക്കായിരിക്കും എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇനിയും പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് നടക്കുന്ന നിങ്ങളുടെ നേതാവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയാം. ഞങ്ങളുടെ രാഷ്ട്രീയം കൃത്യമാണ്. ഞങ്ങൾ ഈ കേരളത്തിൽ ഇലക്ഷൻ തുടങ്ങിയ ദിവസം മുതൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അഴിമതിയുടെ, സ്വജനപക്ഷപാതത്തിൻ്റെ, യുവജനവഞ്ചനയുടെ, വ്യവസായ രംഗത്തെ തകർത്തതിൽ, അതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ തകർത്തതിൽ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം തകർത്തതിൽ ഇടതനും വലതനും രണ്ടല്ല ഒന്നാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം കേരളത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം മാറണ്ടേ? ആ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം മാറുമ്പോൾ നമുക്ക് വികസിത കേരളത്തിലേക്ക് വരണം. എവിടെ 2047 രാജ്യം വികസിത ഭാരതം എന്ന നേട്ടം കൈവരിക്കുമ്പോൾ, ആ നിലയിലേക്ക് ഉയർന്നു വരുമ്പോൾ രാജ്യത്തിനൊപ്പം സഞ്ചരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറണം.
ഇവിടെ ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ സാധിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാവണം. അടുത്ത 5 വർഷമല്ല, ഒരു 50 വർഷം ദീർഘവീക്ഷണത്തോടു കൂടി പദ്ധതികളും അതുപോലെ തന്നെ വ്യവസായ സംരംഭങ്ങളും കൊണ്ടുവരാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാവണം. ഇവിടുത്തെ സാധാരണപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇന്ന് ലോകം എങ്ങനെ സഞ്ചരിക്കുന്നു, നാളെ ലോകം എങ്ങനെ സഞ്ചരിക്കാം എന്ന് ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാവണം. അതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഉണ്ടാവണം എന്ന കേരളത്തിലും ഇന്ത്യയിലും ജനങ്ങൾക്കറിയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പറയുന്നത്. ഞങ്ങളുടെ നിരവധിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പത്രികയിലെ ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ വെക്കുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ തയ്യാറാവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ അത് വായിക്കും, ജനങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവുക, ജനങ്ങൾ അത് വായിക്കും, ജനങ്ങൾ അതിനനുസരിച്ച് യുക്തിസഹമായി കേരളത്തിനനുസരിച്ചിട്ടുള്ള ഒരു വോട്ടിംഗ് ഉണ്ടാവും. അത് ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും അനുകൂലമാകും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക്.